വൈദ്യുതി പോയാലുടൻ KCB-യെക്കുറിച്ച് പരാതികൾ ഉയർത്താറുള്ളവരാണ് നമ്മളിൽ പലരും. ആലപ്പുഴ പുന്നപ്രയിലെ KCB ജീവനക്കാർ ചെയ്തൊരു നല്ല പ്രവൃത്തിയിലേക്കാണ്. ജനലില്ല, വാതിലില്ല, കാര്യമായ വീട്ടുപകരണങ്ങളുമില്ല. പുന്നപ്രയിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററിനടുത്തെ അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിൽ മാനസികാസ്വാസ്ഥ്യമുള്ള രമണിയും 10ാം ക്ലാസ്സുകാരനായ മകനുമാണ് താമസം. മൂത്ത മകൻ വീടുപേക്ഷിച്ചു പോയി. ബില്ലടയ്ക്കാതായതോടെ കറണ്ട് കണക്ഷൻ കട്ടാക്കാനായി എത്തിയ KCB ഉദ്യോഗസ്ഥൻ ജോമോൻ പറയും ബാക്കി. ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ നമ്മുടെ സർവീസുകാർ കട്ട് ചെയ്ത നിലയിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചു, ആ ചേച്ചിയോട് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ച് എന്ത് പറ്റിയതാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇടിമിന്നലിൽ ഇത് കത്തിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ശരിയാക്കാൻ ഞാൻ വെച്ചാൽ പറഞ്ഞു അവർക്ക് ആരുമില്ല, അച്ഛൻ മരിച്ചുപോയി, ഒരു പയ്യനുണ്ട്, അത് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ വൈകുന്നേരം തട്ടടക്കി പോയിട്ട് 300 രൂപ എന്താ കിട്ടും, അത് കഴിഞ്ഞിട്ടാണ് കഴിയുന്നതെന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ ഇവിടെയുള്ള ആ ചേച്ചി പറഞ്ഞു ഇപ്പോൾ വയ്യാഞ്ഞ്, ആ ചേച്ചിക്ക് ഇപ്പോൾ വയ്യാഞ്ഞിട്ട് ഈ കറണ്ട് ശരിയാക്കണമല്ലോ എന്നും പറഞ്ഞ് അപ്പുറത്തെന്തോ ചെമ്മീൻ പൊളിക്കാൻ പോയിരിക്കണം. അങ്ങനെ പുന്നപ്ര KCB ഓഫീസിലെ ഉദ്യോഗസ്ഥർ എല്ലാം ചേർന്ന് ഈ വീട്ടിൽ വയറിംഗ് ഒരുക്കി. ഫാനും ബൾബും പ്ലംബിംഗ് സൗകര്യവും ഒരുക്കി. അവിടെയും തീരുന്നില്ല ഇവരുടെ ദുരിതം. അതുങ്ങൾക്ക് ആരുമില്ല മോനെ അവിടെ ഒന്ന് സഹായിക്കാൻ. അതുങ്ങൾക്ക് അന്നൊന്ന് കഞ്ഞി വെച്ച് കുടിക്കാൻ പോലും നിവർത്തിയില്ല. പുന്നപ്ര KCB ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഇവരുടെ വിശദാംശങ്ങൾ ലഭിക്കും. വലിയൊരു ആശ്വാസമാണ് KCB-യിൽ നിന്ന് രമണിയമ്മയ്ക്കും കുടുംബത്തിനും ലഭിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ടും ദുരിത ജീവിതത്തിൽ തന്നെ തുടരേണ്ട സാഹചര്യമാണുള്ളത്. മറ്റ് സഹായങ്ങളും ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്ന് സുഭാഷ് പിള്ളയ്ക്കൊപ്പം സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.